അതൊരു വല്ലാത്ത കാലമായിരുന്നു. മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത അടിമത്തക്കാലം. പണിയെടുത്ത് പത്തായം നിറച്ചവരെ വിത്തെറിഞ്ഞ പുലങ്ങളിൽ തന്നെ ചവിട്ടിത്താഴ്ത്തിയ കെട്ടകാലം. മണ്ണിൻ്റെ മക്കളെ തൊട്ടുകൂടാത്തവരായും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരാക്കി മാറ്റി നിർത്തിയ ആ ചീഞ്ഞകാലം. ഭൂരിപക്ഷത്തിന് പൊതുവഴിയും നല്ല വസ്ത്രങ്ങളും അറിവിടങ്ങളും ആരാധനാലയങ്ങളും നിഷേധിക്കപ്പെട്ട ഇരുണ്ട കാലം. ജാതി കോമരങ്ങൾ പോറ്റി വളർത്തിയ ഭ്രാന്താലയം തകർത്താണ് 1893 അയ്യൻകാളിയുടെ വില്ലുവണ്ടി ഓടിത്തുടങ്ങിയത്. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രമായി. മഹാത്മാ അയ്യൻകാളി, കേരളത്തിന്റെ സ്പാർട്ടക്കസ്, അനീതികളുടെ കോട്ടകൾ തകർത്ത് മുന്നേറിയ വലിയ പടത്തലവൻ. ഐത്തത്തിന്റെ അടിയകലങ്ങളെ വണ്ടും മൂളും ചാട്ടവാറിനാൽ അളന്നെടുത്ത അജയ്യൻ അയ്യൻകാളി. ഫ്യൂഡൽ പേർവാഴ്ചയ്ക്കെതിരെ നേർക്കുനേർ പോരാടിയ ഉശിരൻ പോരാളി. പൊതുവഴികളും പാഠശാലകളും പതിതർക്കായി പതിച്ചെടുക്കാൻ യജമാനൻ ആരുടെയും അനുമതികൾക്കായി കാത്തുനിന്നില്ല. ജാത്യ അഹങ്കാരത്തിന്റെ പത്തി തകർത്ത് മുന്നേറി ഐതിഹാസിക പ്രക്ഷോഭ സമരങ്ങളുടെ കൊടുങ്കാറ്റുയർത്തിയ തേരാളി. തരിശിട്ട നിലങ്ങളിൽ അതൊരു വല്ലാത്ത കാലമായിരുന്നു. മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത അടിമത്തക്കാലം. പണിയെടുത്ത് പത്തായം നിറച്ചവരെ വിത്തെറിഞ്ഞ പുലങ്ങളിൽ തന്നെ ചവിട്ടിത്താഴ്ത്തിയ കെട്ടകാലം. മണ്ണിൻ്റെ മക്കളെ തൊട്ടുകൂടാത്തവരായും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരാക്കി മാറ്റി നിർത്തിയ ആ ചീഞ്ഞകാലം. ഭൂരിപക്ഷത്തിന് പൊതുവഴിയും നല്ല വസ്ത്രങ്ങളും അറിവിടങ്ങളും ആരാധനാലയങ്ങളും നിഷേധിക്കപ്പെട്ട ഇരുണ്ട കാലം. ജാതി കോമരങ്ങൾ പോറ്റി വളർത്തിയ ഭ്രാന്താലയം തകർത്താണ് 1893 അയ്യൻകാളിയുടെ വില്ലുവണ്ടി ഓടിത്തുടങ്ങിയത്. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രമായി. മഹാത്മാ അയ്യൻകാളി, കേരളത്തിന്റെ സ്പാർട്ടക്കസ്, അനീതികളുടെ കോട്ടകൾ തകർത്ത് മുന്നേറിയ വലിയ പടത്തലവൻ. ഐത്തത്തിന്റെ അടിയകലങ്ങളെ വണ്ടും മൂളും ചാട്ടവാറിനാൽ അളന്നെടുത്ത അജയ്യൻ അയ്യൻകാളി. ഫ്യൂഡൽ പേർവാഴ്ചയ്ക്കെതിരെ നേർക്കുനേർ പോരാടിയ ഉശിരൻ പോരാളി. പൊതുവഴികളും പാഠശാലകളും പതിതർക്കായി പതിച്ചെടുക്കാൻ യജമാനൻ ആരുടെയും അനുമതികൾക്കായി കാത്തുനിന്നില്ല. ജാത്യ അഹങ്കാരത്തിന്റെ പത്തി തകർത്ത് മുന്നേറി ഐതിഹാസിക പ്രക്ഷോഭ സമരങ്ങളുടെ കൊടുങ്കാറ്റുയർത്തിയ തേരാളി. തരിശിട്ട നിലങ്ങളിൽ മുട്ടിപ്പുല്ലുകി. അതൊരു വല്ലാത്ത കാലമായിരുന്നു. മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത അടിമത്തക്കാലം. പണിയെടുത്ത് പത്തായം നിറച്ചവരെ വിത്തെറിഞ്ഞ പുലങ്ങളിൽ തന്നെ ചവിട്ടിത്താഴ്ത്തിയ കെട്ടകാലം. മണ്ണിൻ്റെ മക്കളെ തൊട്ടുകൂടാത്തവരായും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരാക്കി മാറ്റി നിർത്തിയ ആ ചീഞ്ഞകാലം. ഭൂരിപക്ഷത്തിന് പൊതുവഴിയും നല്ല വസ്ത്രങ്ങളും അറിവിടങ്ങളും ആരാധനാലയങ്ങളും നിഷേധിക്കപ്പെട്ട ഇരുണ്ട കാലം. ജാതി കോമരങ്ങൾ പോറ്റി വളർത്തിയ ഭ്രാന്താലയം തകർത്താണ് 1893 അയ്യൻകാളിയുടെ വില്ലുവണ്ടി ഓടിത്തുടങ്ങിയത്. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രമായി. മഹാത്മാ അയ്യൻകാളി, കേരളത്തിന്റെ സ്പാർട്ടക്കസ്, അനീതികളുടെ കോട്ടകൾ തകർത്ത് മുന്നേറിയ വലിയ പടത്തലവൻ. ഐത്തത്തിന്റെ അടിയകലങ്ങളെ വണ്ടും മൂളും ചാട്ടവാറിനാൽ അളന്നെടുത്ത അജയ്യൻ അയ്യൻകാളി. ഫ്യൂഡൽ പേർവാഴ്ചയ്ക്കെതിരെ നേർക്കുനേർ പോരാടിയ ഉശിരൻ പോരാളി. പൊതുവഴികളും പാഠശാലകളും പതിതർക്കായി പതിച്ചെടുക്കാൻ യജമാനൻ ആരുടെയും അനുമതികൾക്കായി കാത്തുനിന്നില്ല.
ജാത്യ അഹങ്കാരത്തിന്റെ പത്തി തകർത്ത് മുന്നേറി ഐതിഹാസിക പ്രക്ഷോഭ സമരങ്ങളുടെ കൊടുങ്കാറ്റുയർത്തിയ തേരാളി. തരിശിട്ട നിലങ്ങളിൽ മുട്ടിപ്പുല്ല് കിളിർത്തു, അക്ഷര വെളിച്ചം കുടിലുകളിലെത്തി. അങ്ങനെ കേരളമാദ്യമായി ജനാധിപത്യ അവകാശങ്ങളുടെ പുലരികൾ, വിഭവാധികാരങ്ങളും പദവികളും എല്ലാവരുടേതുമായി. ശ്രീമൂലം പ്രജാസഭയിൽ ഭൂ ഉടമസ്ഥതയ്ക്കും തൊഴിലിനും കൂലിക്കും വേണ്ടിയുള്ള സിംഹഗർജനം മുഴങ്ങി. ബഹുജൻ സമാജിന്റെ ആദ്യ രാഷ്ട്രീയ ഗുരുവായി യജമാനൻ ചരിത്രത്തിലിടം നേടി. മഹാത്മാ അയ്യൻകാളിയുടെ പോരാട്ട സ്മരണകൾ എരിഞ്ഞടങ്ങി വിമോചനദാഹികളുടെ മനസ്സിൽ ഇന്നും ഊർജം പൊഴിക്കും. കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ.